പണ്ടൊക്കെ നമുക്കൊരു കാലുവേദനയോ കൈവേദനയോ ചെവി വേദനയോ പല്ലുവേദനയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കഴിക്കുന്ന ഏത് ടാബ്ലറ്റ് ആയിരുന്നു? പാരസെറ്റമോൾ. ഇപ്പോൾ പാരസെറ്റമോൾ ഒന്നും ആർക്കും കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. 2 ദിവസമൊക്കെ കഴിച്ചിട്ട് വന്ന് പറയുന്നു പാരസെറ്റമോൾ 2 ദിവസമായിട്ട് കഴിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അറിയാൻ കൂടിയില്ല. ശരിക്കും നമ്മുടെ ബോഡി പാരസെറ്റമോളിനെ തന്നെ ഒരുമാതിരി തമാശയായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ അതുകൊണ്ട് എല്ലാവരും പുതിയൊരു കോമ്പിനേഷൻ ഉണ്ട്, എസക്ലോഫിനാക് പ്ലസ് പാരസെറ്റമോൾ. പാരസെറ്റമോൾ ഉണ്ട് എന്നാൽ അതിൻ്റെ കൂടെ ഒരു NSAIDയും കൂടെ ജോയിൻ ചെയ്യുന്ന മെഡിക്കേഷൻ. ഈ മെഡിസിൻ കഴിച്ചാൽ വേദന കുറയുമെന്ന് ചോദിച്ചാൽ നന്നായിട്ട് വേദന കുറയും കേട്ടോ. കാരണം ഞാനും കഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് വേദന കുറയും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നമ്മളൊരു ഫാർമസി ചെന്ന് എന്തെങ്കിലും ഒരു വേദനയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഈ ഒരു ഗുളികയാണ് വേദനയ്ക്ക് നമുക്ക് കിട്ടാറുള്ളത്. അത് എന്ത് തരം വേദനയായാലും അതാണ് കൂടുതൽ കിട്ടാറുള്ളത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ വാങ്ങി കഴിക്കുമ്പോഴുള്ള പ്രശ്നം, നമ്മുടെ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്റ്റ് ആവും, ചുരുങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരും. അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർക്ക്, അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഹൈപ്പർ ടെൻഷന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക്, ഹൈപ്പർ ടെൻഷൻ്റെ ചില മെഡിസിൻസിൻ്റെ ആക്ഷൻ പോലും ഈ NSAIDs ആയിട്ടുള്ള മെഡിക്കേഷൻസ് ചെല്ലുന്ന സമയത്ത് കുറയാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇതൊന്നും കൂടാഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ശരീരത്തിൽ ജലാംശം കുറവുള്ള ആൾക്കാർക്കൊക്കെ ഈ NSAID ടാബ്ലറ്റ് കഴിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കിഡ്നിക്ക് കൂടുതൽ ട്രബിൾ നമ്മൾ കൊടുക്കുകയാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ടാബ്ലറ്റ് ഒരാവശ്യത്തിൻ്റെ പേരിൽ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ NSAIDs എടുക്കുമ്പോൾ മെയിനായിട്ട് നമ്മുടെ കിഡ്നി തകരാറാവും. അതുകൊണ്ട് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് എടുക്കാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കണ്ടിന്യൂസ് ഇങ്ങനത്തെ മെഡിസിൻസ് യൂസ് ചെയ്യാതിരിക്കുക.